ഒരു സ്റ്റൈലിഷ് ലുക്കൊക്കെ ഉണ്ട്. മോനെ, മോനെ. ഓ ആ അമ്മേ, എങ്ങനെയുണ്ട് ലുക്കല്ലേ? എക്സലന്റ്. ഒരു രാജകുമാരനെ പോലെയുണ്ട്. ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. എന്നെ ഇങ്ങനെ അമ്മ കണ്ടിട്ടില്ലേ ആ തുണിക്കച്ചവടക്കാരെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയപ്പോ? അയ്യേ, അത് ചുമ്മാതല്ലേ, എല്ലാവരെയും ബോധിപ്പിക്കാൻ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് സാധാരണക്കാരിയല്ല, ചീഫ് എഞ്ചിനീയറാ. ശ്രേയമോളുടെ കൂടെ നിൽക്കുമ്പോ അതിന്റേതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. കൊറേ നേരം നിൽക്കുമ്പോ കാലിന് ഭയങ്കര വേദന. എന്തു പറ്റി മോനെ? നിന്റെ മുഖം വാടിപ്പോയല്ലോ. ഒന്നുമില്ലമ്മേ, ശ്രേയാ മേഡത്തിനൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാല് കഴുകി സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയേനെ. അതിലൊന്നും കാര്യമില്ല. ഇവിടെ ഉണ്ടല്ലോ ഒരു ഉപകാരമില്ലാത്ത 3-4 അനിയൻ എന്ന പേര് മാത്രം. അമ്മയുടെ കെട്ടിയോ വേറെ. എന്നെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാനേ ആരുമില്ല. ശ്രേയാ മേഡം ഏറ്റെടുത്ത അച്ഛൻ ശാന്തപ്പ മാമൻ, അങ്ങേരെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത്. ഓരോന്ന് ആലോചിക്കുമ്പോ വിട്ടുകളയടാ. ശാന്തപ്പ മാമൻ നിനക്ക് അമ്മാവും കൂടിയല്ലേ. ദേ, നീ ഇപ്പൊ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. പൊന്നിനെ കല്യാണം കഴിച്ചിവിടെ വന്ന മാഷ സിൽബന്തികളും നിന്നെ അനുസരിച്ച് തുടങ്ങും. കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. ആ നോക്കാം. അയ്യോ അമ്മേ, കൊണ്ടുപോകാനുള്ളൊക്കെ എടുത്തു വെക്ക്. അയ്യോ ശരിയാ, ഞാൻ ഇപ്പൊ വരാവേ. വാ വാ വാ, കണ്ടോ നീ കുഞ്ഞോളെ? നീ മരുമോനെ എല്ലാ മര്യാദയോടും ബഹുമാനത്തോടും കൂടി വേണം കൂട്ടിക്കൊണ്ടുപോവാൻ. അതെല്ലാം ശരി. പിന്നെ ബാലമാഷ് എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നാ ഒന്നും മിണ്ടാൻ പോകണ്ട, കേട്ടല്ലോ? എന്ത് വർത്താനം ഈ കുഞ്ഞോളെ പറയുന്നേ? ഞാനിവിടെ വന്ന് തന്നെ ബാലമാഷിനോട് 2 വർത്താനം പറയാനാ. സ്വന്തം മോന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്താതെ അത് മുടക്കാൻ വേണ്ടി നടക്കുക. നീ പറഞ്ഞ പോലെ ഞാൻ മിണ്ടാതിരിക്കും. പക്ഷെ ബാലമാഷെങ്ങാനും വാ തുറന്ന ഞാനും തുറക്കും, പിന്നെ അടയ്ക്കത്തേ ഇല്ല. മനസ്സിലായല്ലോ? വാ വാ വാ, അല്ലല്ലോ. ഓ, ഇയാളെന്തിനാ പിന്നെയും വലിഞ്ഞു കയറി വന്നിരിക്കുന്നു? അരവിന്ദനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കും. പെണ്ണിന്റെ അച്ഛനാണെന്നും പറഞ്ഞാണല്ലോ നടപ്പ്. കല്യാണാണോ അതോ കോമഡി ഷോ ആണോ? കല്യാണത്തിന് നിങ്ങളായിട്ടൊന്നും ചെയ്തു തരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ? ഈ മാഷ് എന്താ എന്തോ പോയി അണ്ണാനെ പോലെ ഇരിക്കുന്നേ? അതെ, PWD ചീഫ് എഞ്ചിനീയറാ മരുമോളായിട്ട് വരാൻ പോകുന്നേ. അഭിമാനിക്കും, പിന്നെ വേറെ എന്തോ വേണം. എന്തൊരു ശല്യ ഗോവിന്ദ. കൊതുകേ, ശാന്തമായിട്ട് വന്നങ്ങ് കടിക്കുക. ഒരുമാതിരി വൃത്തികെട്ട ചൊറിച്ചില്. മാഷേ, താൻ ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്കറിയാം. എന്റെ വായിരിക്കുന്ന കേക്കണ്ട. മിണ്ടാതിരിക്കും മനുഷ്യൻ. അരവിന്ദനെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നല്ലേ, അത് നോക്ക്. ഹേമടതി, അരവിന്ദ് മോൻ റെഡിയല്ലേ? ആ, അവൻ എപ്പോഴേ റെഡിയാ. അരവിന്ദ മോനെ. എന്താ പറ്റി? ഓ, നീയാണോടാ അരവിന്ദൻ? അല്ലേ? അല്ല. എങ്കിൽ പോയി അവനെ ഞാനെന്താ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരാം. അരവിന്ദ് അളിയാ, അളിയോ, അരവിന്ദ് അളിയാ. ഇപ്പൊ വന്നിട്ട് മാലയിട്ടങ്ങ് കൊണ്ടുപോവാ. അങ്കിൾ ശാന്തപ്പൻ.
എടാ മണമണം വരുവനെ, നീയൊക്കെ ചുള്ളരായിട്ടുണ്ടല്ലോ. ഫ്രീക്കൻ. ദാ, എന്ത് ഐശ്വര്യമാണോ നിന്നെ കാണാൻ. അല്ല, എന്റെ മോളോടെ നിൽക്കുമ്പോ ഫ്രീക്കനായാലേ പറ്റൂ. പിന്നെ ഈ വേഷത്തിൽ കാണുമ്പോ ഇവിടെ ചിലർക്കൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. നീ അത് കാര്യാക്കണ്ടടാ. ശാന്തപ്പ മാമ ഓ വേണ്ട, എന്താ നടക്കാൻ പോകുന്നതെന്ന് വഴിയേ അറിയാം. ഓ വന്ന കാര്യം നടത്തിയിട്ട് ഓ. കാശിനു വേണ്ടി പകൽ മോനായിട്ട് നടക്കുന്ന നിങ്ങള് എന്റെ അച്ഛനോട് മുട്ടാൻ വരണ്ട. മതിയടാ. ശ്രേയമോൾ ഇവിടെ വന്ന് കേറില്ലെന്ന് ചിന്തിച്ച ഇതൊക്കെ പറയുന്നതെങ്കിലേ അതങ്ങ് വാങ്ങി വെച്ചേരെ. എന്റെ പൊന്നിവിടെ വരട്ടെ, എല്ലാത്തിനും ഞാൻ നിലയ്ക്ക് നിർത്തി കാണിക്കാം. ആദ്യം അവള് വരട്ടെ, എന്നിട്ട് നോക്കാം. ചെക്കനെ കൊണ്ടുപോവാൻ പെണ്ണിന്റെ അച്ഛനെന്ന് പറഞ്ഞു നടക്കുന്ന ഏതോ ഒരുത്തൻ കയറി വന്നിരിക്കുന്നു. ഇതൊന്നും എവിടെയും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എന്നാൽ ആ പെണ്ണിന്റെ ഒരു യോഗം നോക്കണേ. കണ്ട ഷാപ്പ് നിറങ്ങിയൊക്കെ തന്തയാന്നും പറഞ്ഞ് കൊണ്ടു നടക്കേണ്ട ഒരു ഗതികേടെ. മാഷേ, എന്റെ സ്നേഹവും യോഗ്യതയും കണ്ടിട്ട് തന്നെ എന്റെ മോളെ അച്ഛനായിട്ട് സ്വീകരിച്ചത്. കല്യാണക്കത്തിലെ താൻ എന്റെ പേര് കണ്ടില്ലേ? താൻ പറഞ്ഞല്ലോ ഷാപ്പ് നിറങ്ങുന്നവനാണെന്ന്. എന്നെ ശ്രേയമോൾ അച്ഛനായി സ്വീകരിച്ച ആ നിമിഷം മുതലേ ഞാൻ ഷാപ്പിന്റെ പാടി ചവിട്ടിയിട്ടില്ല. താനിവിടെ ശവമഞ്ചം പോലത്തെ കസേരയില് കാല് നീട്ടി വെച്ച് മലർന്ന് കിടന്നാ പോരാ. നാട്ടിലോട്ട് ഇറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ച് നോക്ക്. ശാന്തപ്പൻ ആരാണെന്ന് അപ്പോ അറിയാം. ഇപ്പൊ ഈ നാട് മുഴുവനെ ഈ ശാന്തപ്പനെ ബഹുമാനിക്കുന്നുണ്ടോ? എടോ ശാന്തപ്പ നായ, നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. ശാന്തപ്പ, എന്തിനാ ഇവരോടൊക്കെ സംസാരിച്ച് സമയം കളയുന്നു? നമുക്കിറങ്ങാൻ നോക്കാം. മോനെ ഒരു മിനിറ്റ് ശാന്തമാമ.